Good morning, my dear students. Let us continue our social science class. Take your social science textbook, Unit 11, Diversity in Social Life, page number 159. Observe the above pictures. Which groups of people are the pictures related to? These pictures reflect the day-to-day life of three different groups of people in Kerala. We shall have an inquiry into the varied lifestyles and surroundings of such people, so that we may understand how diverse our society is. സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്ന യൂണിറ്റാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള 3 ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. First one is tribal community. This picture is related to a tribal community in Kerala. Tribes have unique lifestyles. They are the descendants of the ancient human societies of our country. Now they are generally confined either to forests and hills or to the interior parts and isolated valleys. അപ്പോൾ നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീനെ കുറിച്ചാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗോത്ര സമൂഹം. അവർക്ക് അവരുടേതായ ജീവിത രീതികളുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറക്കാരാണ് ഇവർ. ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും പൊതുവെ കാടുകളിലോ കുന്നിൻ മുകളിലോ ഉൾപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട താഴ്വരകളിലോ ആണ് താമസിക്കുന്നത്. You might have heard of different tribes in Kerala. Try to recollect the names of a few tribal communities. Important tribal communities are Paniyar and Kurchiyar. കേരളത്തിലെ പ്രധാന ഗോത്രവർഗങ്ങളാണ് പണിയർ, കുറിച്യർ. ഇനി എന്താണ് ട്രൈബ്സ്? A tribe is a group of people who live in a particular area and speak a language unique to them is called a tribe. They follow unique customs and rituals. ഒരു പൊതുവായ പ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ട്രൈബ്സ്. അവർക്ക് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ട്. Next, we are looking for the features of tribal community. First point, generally the tribal settlements are located in the hills, forests or isolated valleys. Each tribal group lives together in a particular area. Their lifestyles are totally different from that of other communities. നമ്മൾ പഠിച്ച പോയിൻ്റാണ്. ഇവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലോ ആണ് താമസിക്കുന്നത്. ഓരോ ട്രൈബ്സും ഒരിടത്ത് കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഗാദറിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആർ ദ മീൻസ് ഓഫ് ലിവിംഗ് ഓഫ് ദീസ് ട്രൈബ്സ്. Many of them are engaged in their traditional artisan works. വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. തേർഡ് പോയിന്റ്, every tribal society has its own language. These dialects have no script. അതായത് ഓരോ ട്രൈബ്സുകൾക്കും അവരുടേതായ ഭാഷയുണ്ട്. ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ ഭാഷയുണ്ട്. ഇവ തനതായ ലിപികളിലല്ലാത്ത സംസാര ഭാഷയാണ്. അതായത് ഇവർക്ക് സ്ക്രിപ്റ്റ് ഇല്ല, അതായത് എഴുത്തില്ല, അവർ സംസാരിക്കുന്ന ഭാഷയാണ്. ഇനി മലയാ ട്രൈബ്സിൻ്റെ കുറച്ച് വേർഡ്സാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. വേണ്ടിയാരെ വൈഫ്,
വേത്താര് ഹസ്ബൻഡ്, അപ്പൻ ഫാദർ, പേപ്പൻ ഗ്രാൻഡ് ഫാദർ, മോളാരു ഡോട്ടർ, മോണാരു സൺ, ആച്ചി എൽഡർ സിസ്റ്റർ, ചേട്ടൻ എൽഡർ ബ്രദർ. അപ്പോൾ വേണ്ടിയാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണ്, വേത്താര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവാണ്, അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണ്, പേപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പനാണ്. അപ്പം അങ്ങനെ മലയ ട്രൈബ്സ് പറയുന്ന ചില പദങ്ങളാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, the tribes have their own peculiar lifestyles. They live in close contact with the nature. Geographical features have an important role in formulating the social life of these people. അതായത് ഗോത്ര സമൂഹങ്ങൾക്ക്, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ സവിശേഷ ജീവിത രീതികളുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിക്കഴിയുന്നവരാണ് അവർ. അവരുടെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്ക് സുപ്രധാന പങ്കുണ്ട്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. ദീസ് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ബൈ ദ ട്രൈബ്സ് ആൻഡ് ഫൈൻഡ് ദെയർ യൂസസ് ആൻഡ് റൈറ്റ് ദെയർ യൂസസ് ബിലോ ഈച്ച് ഓഫ് ദീസ് പിക്ചേഴ്സ്. അപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളാണ്. എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ ആ ചിത്രത്തിന് താഴെ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ്, ദ ട്രൈബ്സ് were not of the habit of recording their history or recording the knowledge they acquired. Hence their myths, folk songs and local knowledge are not that familiar to others. Their ethnic art forms and rituals still prevail, though with changes. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റി അവരുടെ ചരിത്രമോ അറിവുകളോ ഒന്നും എഴുതി വയ്ക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ അവരുടെ ഐതിഹ്യങ്ങളോ പൊതുവെ മറ്റുള്ളവർക്ക് പരിചിതമല്ല. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ഈസ് എ നേച്ചർ സോങ് ഓഫ് ദ മലവേട ട്രൈബ് ഇൻ കേരള. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മലവേടരുടെ ഒരു പ്രകൃതി ഗീതമാണ്. അത് നിങ്ങൾ പാടാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ദ പ്ലേസ് വേർ ദ ട്രൈബൽ പീപ്പിൾ ലിവ് ടുഗദർ ഈസ് നോൺ ആസ് ഊരു. ഈച്ച് ഊരു ഹാസ് എ ലീഡർ. People respectfully call him Uru Moopen. The Moopen are a group of senior members, including the Moopen, look after the administration of the Uru. Either the Moopen or the elderly group will have the supreme power in taking decisions on matters like marriage, other disputes, customs, rituals, etc. അതായത് ഗോത്ര സമൂഹങ്ങൾ, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റി ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊര് എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ ഊരിനും ഒരു നേതാവുണ്ട്. ആ നേതാവിന് പറയുന്ന പേരാണ് ഊരുമൂപ്പൻ. ഇത് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് പുലിമുരുകൻ സിനിമയിൽ ഊരുമൂപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീനെയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനോ അല്ലെങ്കിൽ മൂപ്പൻ അടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതി ആയിരിക്കും. അതുപോലെ തന്നെ വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ അല്ലെങ്കിൽ മുതിർന്ന സമിതിക്കോ പരമാധികാരം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഒരു ഗോത്ര സമൂഹം വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വി ആർ സ്റ്റഡീഡ് അബൌട്ട് റൂറൽ കമ്മ്യൂണിറ്റി. Given below is a picture drawn by Meena, an 11-year-old girl. The theme of drawing is her village. Observe the picture carefully. What are the peculiar features of the lifestyles she has depicted? List them. അപ്പോൾ നമ്മൾ റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമസമൂഹമാണ്. അപ്പോൾ ഗ്രാമസമൂഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തമായ ധാരണയുണ്ട്. കാരണം നമ്മൾ ഭൂരിഭാഗം പേരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ താഴെ കാണുന്ന ചിത്രത്തിൽ നമുക്ക് മീന വരച്ചൊരു ചിത്രമാണ്, അവളുടെ ഗ്രാമത്തെക്കുറിച്ച് വരച്ചൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് സവിശേഷ രീതികൾ, അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ച് ഉള്ളൊരു ധാരണ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ എല്ലാവരും ആ പിക്ചർ ഒന്ന് നോക്കുക. അതിൽ വിവിധ ജോലികൾ, കൃഷി സംബന്ധമായ ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ആളുകൾ. പിന്നെ എല്ലാവരും ഒരു പരസ്പര സഹകരണമുണ്ട്, എല്ലാവരും കളിക്കുന്നു, കുട്ടികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിക്കുന്നു. അതുപോലെ തന്നെ വിവിധ പണികൾ ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തന രീതി നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. നമുക്ക് അടുത്തതായിട്ട് റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം, അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദെയർ ക്ലോത്തിങ്സ് ആർ സിമ്പിൾ ആൻഡ് സോ ആർ ദെയർ ലൈഫ് സ്റ്റൈൽസ്. അവരുടെ വേഷം ലളിതമാണ്, അതുപോലെ തന്നെ ജീവിത രീതികളും ലളിതമാണ്. തേർഡ് പോയിന്റ്, agriculture and allied activities are the important occupation of traditional rural communities. അതായത് കൃഷിയും അതിനോട് ബന്ധപ്പെട്ട തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമസമൂഹങ്ങളിൽ മുഖ്യമായിട്ട് കാണുന്നത്. അടുത്ത പോയിന്റ്, കാറ്റിൽ റിയറിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഓൾസോ ദെയർ മീൻസ് ഓഫ് ലിവിങ്. അതായത് കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങിയവയാണ് പ്രധാനമായിട്ട് ഗ്രാമീണരുടെ ഉപജീവന മാർഗങ്ങൾ. നെക്സ്റ്റ് പോയിന്റ്, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഹാഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ട്രഡീഷണൽ വില്ലേജസ്. അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, മെനി റൂറൽ ജോയിൻറ്റ് ഫാമിലീസ് ഹാഡ് ദെയർ ഓൺ ട്രഡീഷണൽ ഒക്യുപ്പേഷൻസ് അണ്ടർടേക്കൺ ബൈ ദെയർ ക്ലാൻ. അതായത് പല ഗ്രാമീണ കുടുംബ കൂട്ടായ്മകൾക്കും അവരുടേതായ കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നു. വില്ലേജസ് ഹാവ് ഇമ്പോർട്ടൻസ് ടു നൈബർഹുഡ് റിലേഷൻസ്. ദേ ഷെയർ ആൻഡ് കെയർ ഫോർ ഈച്ച് അതേഴ്സ് ഹാപ്പിനെസ് ആൻഡ് സോറോ. ജനറലി ഓൾ ഓഫ് ദം ടേക്ക് പാർട്ട് ഇൻ റിച്വൽസ് ആൻഡ് ഫെസ്റ്റിവൽസ്. അതായത് അയൽപ്പക്ക ബന്ധത്തിന്, അതായത് നൈബർഹുഡ് റിലേഷൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ സുഖത്തിലും ദുഃഖത്തിലും അവർ ഒത്തുചേരുന്നു. ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, വില്ലേജേഴ്സ് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം സഹായിക്കുന്നു, സഹകരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഫെസ്റ്റിവൽസ് ഹാവ് ഗ്രേറ്റ് പ്ലേസ് ഇൻ ദ വില്ലേജ് ലൈഫ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് വേർ ദ മേജർ സെലിബ്രേഷൻസ് ഇൻ ദ വില്ലേജസ്. അതായത് ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊയ്ത്തുത്സവങ്ങൾ ഗ്രാമത്തിലെ പ്രധാന ആഘോഷങ്ങളാണ്. ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി എ ലാൻഡ് ഓഫ് വില്ലേജസ്, ബട്ട് മെനി ഓഫ് ദ വില്ലേജസ് ആർ ഗെറ്റിംഗ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. It is also noticed that many features of traditional villages are vanishing now. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ നാടാണ്. എന്നാൽ ഇന്ന് പല ഗ്രാമങ്ങളും പട്ടണങ്ങളായും നഗരങ്ങളായും മാറുന്നുണ്ട്. പഴയകാല ഗ്രാമങ്ങളുടെ സവിശേഷതകൾ ഇല്ലാതാകുന്നതും ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഹെഡിങ്, ചേഞ്ചിങ് വില്ലേജസ്. ക്യാൻ യു ട്രേസ് ദ ചേഞ്ചിങ് ഫേസ് ഓഫ് അവർ വില്ലേജസ്? What are the changes you can identify in the modern villages? Many of the villages do not retain their original form anymore. Villages transform into towns, towns into cities, and some cities into metro cities. The cities attract the village folk, offering better prospects in employment, education, etc. People migrate on large scale to cities like Mumbai, Delhi, Kolkata, Chennai, Bangalore and Kochi. അപ്പോൾ ഗ്രാമങ്ങളിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഗ്രാമങ്ങളിൽ വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഗ്രാമങ്ങളിൽ പലതും പഴയ രൂപത്തിൽ നിലനിൽക്കുന്നില്ല. ഗ്രാമങ്ങൾ പട്ടണങ്ങളായും പട്ടണങ്ങൾ നഗരങ്ങളായും നഗരങ്ങൾ വൻ നഗരങ്ങളായിട്ടും മാറുന്നു. അപ്പം നഗരം ഗ്രാമങ്ങളിലുള്ളവരെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലേക്ക് വ്യാപകമായ കുടിയേറ്റമാണ് നടക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർബൻ കമ്മ്യൂണിറ്റി, അതായത് നഗര സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഹാവ് യു ever visited a metro city?
Read the letter sent by Sheena, a 6th standard student, to her friend Archana. അപ്പോൾ നമ്മൾ ഷീന എഴുതിയ ഒരു ലെറ്ററാണ് അടുത്തതായിട്ട് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ഡിയർ അർച്ചന, I am writing this letter from Bangalore city. Today, Bangalore has become one of the important cities in India. The region has grown into a mega city over the last 50 years. It is full of skyscrapers. Metro cities are aptly called concrete jungles. These buildings are so tall that you cannot see their tops. Most of the streets are two-lane tracks. Vehicles play in both directions along separated tracks. Never-ending traffic can be seen at all times. Hence, it is not possible to cross the road as you please. You have to use the zebra crossings and wait for the green traffic signals. Otherwise, you are finished. The multitude of vehicles cause environmental pollution. Vehicles and factories are equally responsible for air pollution. Scarcity of fresh water is also a major problem in Bangalore. Flats can be seen everywhere here. Many people live in big villas and flats. I am told that a building accommodates nearly 200 families. There are several schools and colleges. It is true that Bangalore city has parks and gardens. The museums and the zoo are enchanting. Actually, I am eager to stay here for a few more days and do sightseeing. Would you like to join me? Archana with love, Sheena. അപ്പോൾ ഇത് ഷീന എഴുതിയ അർച്ചനയ്ക്ക് എഴുതിയ ലെറ്ററാണ് നമ്മൾ വായിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂർ പട്ടണത്തിലെ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മൾ ഈ വരികളിലൂടെ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇത് മഹാനഗരമായിട്ട് തീർന്നത്. ആകാശം കുത്തിത്തുളയ്ക്കുന്ന കെട്ടിടങ്ങളാണ് കോൺക്രീറ്റ് കാടുകൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ താഴെ നിന്ന് നോക്കിയാൽ മേലെ അറ്റം കാണുന്നില്ല. പിന്നെ റോഡുകളിൽ അധികവും 2 വരി പാതകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ ഓരോ പാതയിലൂടെയും പോകുന്നു. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് റോഡ് മുറിച്ച് കടക്കാൻ പറ്റില്ല. അപ്പോൾ സീബ്ര ക്രോസിങ്ങിലൂടെ സിഗ്നൽ വന്നാൽ മാത്രമേ മുറിച്ച് കടക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വാഹനങ്ങളുടെ ആധിക്യം മൂലം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നു. അതുപോലെ വാഹനങ്ങളും ഫാക്ടറികളും ശുദ്ധവായു ഇല്ലാതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുദ്ധജല ക്ഷാമമുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റുകളും വലിയ വില്ലകളുമാണ് ഉള്ളത്. അത് ഒരു ഫ്ലാറ്റിൽ 200 കുടുംബങ്ങളോളം കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ കോളേജ് സ്കൂളുകളൊക്കെ ധാരാളം ഉണ്ട്. അവിടെ പാർക്കുകൾ, പൂന്തോട്ടങ്ങളുണ്ട്, കാഴ്ച ബംഗ്ലാവ്, മ്യൂസിയങ്ങൾ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. ഇനിയും ചുറ്റിക്കറങ്ങാനാണ് ആഗ്രഹം എന്നാണ് ഷീന പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നഗരത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ അർബൻ കമ്മ്യൂണിറ്റി. അർബൻ കമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സാണ് അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റീസ്, അതായത് വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ്. സ്പീക്ക് മെനി ലാംഗ്വേജസ്, വെയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്, ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ വൈവിധ്യങ്ങളുടെ കേന്ദ്രം എന്ന് പറയാനുള്ള കാരണം എന്താണ്? പല ഭാഷകൾ സംസാരിക്കുന്നു, പല വേഷങ്ങൾ അണിയുന്നു, വിവിധ ഭക്ഷണ രീതികളൊക്കെയാണ് ഓരോരുത്തരും പിന്തുടരുന്നത്. ധാരാളം ആളുകളുമുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ്, അതായത് പലവിധ തൊഴിലുകളുടെ ദേശമാണ് നഗരങ്ങൾ. ഒക്യുപ്പേഷൻസ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ് ആർ ഫോംഡ് ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻസ്. ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ് ഗിവ് ബർത്ത് ടു ഡിഫറെൻറ്റ് ലേബർ ഓർഗനൈസേഷൻസ്. അതായത് വിവിധ തൊഴിലുകളുള്ള ദേശമാണ് നഗരങ്ങൾ. വ്യവസായമുണ്ട്, വ്യാപാരമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക സാമൂഹിക വർഗങ്ങൾ ഉണ്ടാക്കുന്നു, പിന്നെ തൊഴിൽ സംഘടനകൾ രൂപീകരിക്കുന്നു. അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നെക്സ്റ്റ്, സെൻറ്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ്, വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രങ്ങളാണ്. ഫ്ലാറ്റുകൾ, മാൾസ്, സൂപ്പർ മാർക്കറ്റ്, ബംഗ്ലാവുസുകളൊക്കെ ഇവിടെയുണ്ട്. അടുത്തത് അർബൻ ലൈഫ് സ്റ്റൈൽസ് ആണ്, അതായത് നാഗരിക ജീവിത രീതികളാണ്.
ഫാഷൻ, മോഡേൺ ലൈഫ് സ്റ്റൈൽസ്, ഡൈവേഴ്സ് ദ ലൈഫ് സ്റ്റൈൽസ്, അതായത് ആധുനിക ജീവിതശൈലികൾ, അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ജീവിതശൈലികൾ. നെക്സ്റ്റ് പോയിൻ്റ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്, അതായത് വളരെയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. നെക്സ്റ്റ് സ്ലംസ് ആണ്, അതായത് ചേരി പ്രദേശങ്ങൾ ഉള്ള സ്ഥലമാണ് ഏത് നഗരപ്രദേശങ്ങൾ. നെക്സ്റ്റ് പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. സിറ്റീസ് അട്രാക്ട് മെനി, but there are reasons for cities to be disliked as well. Why? Look at this picture. The picture shows the traffic congestion in a city. The multitude of vehicles causes air pollution. This leads to many diseases. നഗരം പലരെയും ആകർഷിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് ചിത്രം കൊടുത്തിരിക്കുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്കിൻ്റെ ചിത്രമാണ്. അപ്പോൾ വാഹനങ്ങളുടെ ആധിക്യം വായുമലിനീകരണത്തിന് കാരണമാകുന്നു, അതുവഴി പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇറ്റ് ഈസ് എ റിയാലിറ്റി ദാറ്റ് സിറ്റീസ് പൊസസ് മെനി ഫെസിലിറ്റീസ് ആസ് വെൽ, ബട്ട് ഡു യു നോ ദാറ്റ് സിറ്റീസ് ആർ ഓൾസോ സെൻറ്റേഴ്സ് ഓഫ് സെവറൽ പ്രോബ്ലംസ്. അപ്പോൾ നമുക്കറിയാം നഗരത്തിൽ പലവിധ സൗകര്യങ്ങളുണ്ട്, പക്ഷേ പല പ്രശ്നങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് നഗരങ്ങൾ. സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ടഫ് ടു ലിവ് ഇൻ സിറ്റീസ്. നഗരജീവിതം ചിലർക്ക് ദുഷ്കരമാണ്. ബോത്ത് ദ അപ്പർ ക്ലാസ് ഹു എൻജോയ് ഓൾ കംഫർട്ട്സ് ഇൻ ലൈഫ് ആൻഡ് ദ പുവർ ലോവർ ക്ലാസ് ഇൻ സ്ലംസ് ലിവ് ഇൻ ദ സിറ്റീസ്. മെനി ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ദ സിറ്റീസ് അഫക്റ്റ് ഓൾ ഓഫ് ദം. അപ്പോൾ സുഖസൗകര്യങ്ങളിൽ ജീവിതം ആഘോഷിക്കുന്നവരുണ്ട്, ചേരികളിലും തെരുവോരങ്ങളിലും കഴിയുന്നവരും നഗരത്തിലുണ്ട്. അപ്പോൾ നഗരത്തിലെ പല പ്രശ്നങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രോബ്ലംസ് ആണ്. വാട്ട് ആർ ദ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ് ഇൻ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ്? ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ്. അതായത് പ്രോബ്ലംസ്, നഗരത്തിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെമഡീസ് ടു ദ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്, അതായത് സിറ്റിയിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് പ്ലാനിങ്, അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. രണ്ടാമത്തേത് ഇക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ്, അതായത് പ്രകൃതിയോട് ഇണങ്ങിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവണം. മൂന്നാമത്തേത് ഹൗസിംഗ് പോളിസി, അതായത് നല്ലൊരു പാർപ്പിട നയം ഉണ്ടായിരിക്കണം. നാലാമത്തെ പോയിന്റ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ലൈഫ് ഈസി, അതായത് ജീവിതം സുഗമമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നഗരത്തിലെ ജീവിതങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് 3 ജനവിഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റി, വില്ലേജ് കമ്മ്യൂണിറ്റി, അർബൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. ഫീച്ചേഴ്സ് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.